ഒരു നാടൻ ഊണ് തിരിഞ്ഞു നടക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ വന്നിരിക്കാവുന്ന ഒരിടത്തെക്കുറിച്ചാണ്. ഒരു സദ്യയോളം പോന്ന ഉച്ചയൂണ്. അതും വളരെ തുച്ഛമായ വിലയിലാണ് ഇവർ ഇവിടെ വിൽക്കുന്നത്. ഇത് കാരന്തൂരുള്ള ലിസിയാണ്. ഭക്ഷണപ്രേമികൾക്ക് ഇതൊരു ഇടത്താവളം കൂടിയാണ് എന്ന് പറയാം. വന്നിരുന്നു. ഒരുപാട് നേരമായി ആളുകളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭക്ഷണം റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കാത്തിരിപ്പ്. ഇല വെച്ചു. മനോഹരമായി ക്ലീൻ ചെയ്ത ഒരില. സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാലും ഒരു കേടുപാടും ആ ഇലയിൽ കണ്ടില്ല. പലയിടങ്ങളിലും അങ്ങനെയല്ല ഉണ്ടാവാറ്. അങ്ങനെ കൂട്ടുകറികൾ ഓരോന്നായി വന്നു. ചമ്മന്തിയാണ് ആദ്യം വെച്ചത്. അതിനുശേഷം പൈനാപ്പിളും കാരക്കയും മുന്തിരിയും എല്ലാം ഇട്ട ഒരു വിഭവം. അതിനൊന്നും പേരറിയില്ല. സദ്യ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ പേരുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറിപ്പോകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. പക്ഷേ ഇവയെല്ലാം രുചിയോടെ കഴിക്കാൻ ഒരുപാട് മുൻപന്തിയിലാണ്. അടുത്തത് അച്ചാറാണ്. അത് അതീവ രുചികരമായിട്ടുള്ളൊരു അച്ചാർ അവിടെ ഉണ്ടാക്കുന്നതാണ് എന്ന് തോന്നുന്നു. മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരച്ചാർ. അതിനുശേഷം അവിയലും കൂട്ടുകറിയും തോരനും എല്ലാം വെച്ചു. ഇവയെല്ലാം വന്നതോടുകൂടി നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓരോന്നായി എടുത്ത് രുചി അറിയണം. ആദ്യം തന്നെ അച്ചാറാണ് എടുത്തത്. നല്ല രുചിയുള്ള അച്ചാറാണ്. അത് കഴിഞ്ഞ് അവിയലിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് അതിൻ്റെയും രുചി ഒന്നളന്നു. ഇഷ്ടപ്പെട്ടു. പിന്നെ കൂട്ടുകറിയാണ്. അതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പൈനാപ്പിൾ കൊണ്ടുള്ള കിച്ചടിയാണോ എന്നൊരു സംശയമുണ്ട്. എന്നിരുന്നാലും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ കാരക്ക ഇട്ടിരിക്കുന്നത് കുറച്ച് മുന്തിയ ഇനം കാരക്കയായിരുന്നുവെങ്കിൽ അത് ഇനിയും ഒരുപാട് മുകളിലേക്ക് പോകുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ ചൂട് ചോറ് വന്നിരിക്കുകയാണ്. ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്ന ഏകദേശം 15 20 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നല്ല ചൂടുണ്ട്. ഭക്ഷണം ആയതേ ഉള്ളൂ. കൂടെ സാമ്പാറും വന്നു. സാമ്പാറിൽ കഷ്ണങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ആ സാമ്പാറിൻ്റെ ഒരു മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. സാമ്പാറിൻ്റെ ഗ്രേവി മാത്രം ഈ ഭക്ഷണം എല്ലാം അകത്താക്കാൻ മതിയാവുമെന്ന് തോന്നി. മീൻകറി വേണ്ട എന്ന് പറഞ്ഞു. ഇന്ന് മീനിനോട് കുറച്ച് അകലം പാലിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു സദ്യയുടെ മുകളിൽ മീനിന് സ്ഥാനമില്ലല്ലോ അല്ലേ. പിന്നെ വന്നത് പായസമാണ്. ഇതിന് എക്സ്ട്രാ 10 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും രുചികരമായ ഒരു പായസമാണ്. അത് ഈ സദ്യയുടെ അല്ലെങ്കിൽ ഈ ഊണിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കുന്നത് നിർബന്ധമാണ്. പിന്നെയാണ് പപ്പടം വന്നത്. ഇതൊക്കെ നല്ല ചൂടോടെയാണ് എത്തിയിരിക്കുന്നത്. അതിന് കാരണം നേരത്തെ പറഞ്ഞല്ലോ, അവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും ആ ഹോട്ടലും നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ വന്നിരിക്കുന്നു. അപ്പോഴാണ് മീനെത്തിയത്. വേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചതുകൊണ്ട് വാങ്ങിയില്ല. കൂടെയുള്ള ആളുകളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇന്ന് മീൻ കഴിക്കാനുള്ള നേരമില്ല. ഓരോ കൂട്ടുകളും എടുത്ത് അതെല്ലാം ഒന്നിനു പിറകിൽ ഒന്നായി വെച്ചുകൊണ്ട് ആ റൈസ് അകത്താക്കാൻ ഇപ്പോഴും വായിൽ വെള്ളമൂറുന്ന ഒരനുഭവമാണ്. അതിന് കൂടെ മറ്റൊരു കറി കൂടി വന്നു. ഒരു മോരുകറി പോലെയാണ് അത് തോന്നിയത്. പക്ഷേ മോരുകറിയല്ല. അതും രുചികരമായ ഒരു പച്ചക്കറി തന്നെ ആണ്. ഈ 2 കറികളും മീൻ കറികളും ഇതിന് കൂടെയുണ്ട് എന്നോർക്കുക. ഇവിടേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടി പറയാം. ഇവിടെ ഈ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു. നമ്മൾ കഴിച്ചു കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. ഇതൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആളുകൾ നമ്മൾ കഴിക്കുന്നതും കാത്തിങ്ങനെ ഇരിക്കുന്നത്. ഒരു കല്യാണ വീടിൻ്റെ ഒരു ഫീൽ ഇവിടെ നിന്ന് കിട്ടിയാൽ ഒരു കുറ്റവും പറയാനില്ലല്ലോ. തിരക്ക് പിടിച്ച് കഴിച്ചു പോവാമെന്ന് കരുതി ആരും ഇങ്ങോട്ട് വരണ്ട. അതിന് കാരണം ഇവിടെ എപ്പോഴും തിരക്കുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയാണ് നിങ്ങൾ ആ കണ്ട വായയിലയിൽ തെളിഞ്ഞു കാണുന്നത്. ഇവിടെ ഓരോ ആളുകളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. എന്നിരുന്നാലും ഇത്രയേറെ ആളുകൾ ഈ ഭക്ഷണത്തിനായി കാത്തിരിക്കുകയാണ്. ഇതിന് പുറത്തും ഒരുപാട് ആളുകളുണ്ട്. പാർക്കിംഗ് സൗകര്യം വളരെ കുറഞ്ഞൊരു സ്ഥലമാണ്. മെയിൻ റോഡിൽ തന്നെയാണ് എന്നുള്ളതാണ്. നാഷണൽ ഹൈവേ ആണ് മുന്നിലൂടെ പോകുന്നത്. കാരന്തൂർ അതിമനോഹരമായ ഒരു പുരാതന നഗരം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് വർഷങ്ങൾ പിറകോട്ട് നടക്കുന്നത് പോലെയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും തോന്നുക. ഓടുമേഞ്ഞ ആദ്യകാല കെട്ടിടങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോഴും ഇവിടെ. അതുപോലൊരു കെട്ടിടത്തിലാണ് ഈ ലിസിയും പ്രവർത്തിക്കുന്നത്.